എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് റിവ്യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർക്ക് തേർഡ് പാർട്ടിയോടും നിങ്ങളോടുമുള്ള ഇതുവരെ ഉണ്ടായിരുന്ന സമീപനത്തിൽ മാറ്റം വരുന്നതിനെക്കുറിച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രതിഫലമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ പുഷ്പം പൈലായ സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോടും തേർഡ് പാർട്ടിയോടുമുള്ള സമീപനത്തിൽ മാറ്റം വരുത്തുകയാണ്. ഇതുവരെ അവർ ഒരുപക്ഷെ തേർഡ് പാർട്ടിയോട് നിങ്ങളിൽ നിന്നും വിഭിന്നമായി ചില അടുപ്പങ്ങൾ കാണിച്ചിരിക്കാം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ആ വ്യക്തി നിങ്ങളോട് തന്നെ തിരിച്ചെത്തുന്നു, നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ തന്നെ ചതിയിൽപ്പെടുത്തുന്നതാണ് എന്നുള്ള ബോധ്യം ആ വ്യക്തിക്കുണ്ടാകുന്നു. അതിൽ നിന്നാണ് ആ വ്യക്തി ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്നത്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നൽകിയ സ്നേഹവും നിങ്ങൾ നൽകിയ പരിഗണനയും മാറ്റി മറിച്ചുകൊണ്ട് അത് ശ്രദ്ധിക്കാതെ ആ വ്യക്തി ഒരുപക്ഷെ തേർഡ് പാർട്ടിയിലേക്ക് പോയൊരു സമയമുണ്ടായിരിക്കാം. ഇപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ആ വ്യക്തി തിരിച്ചെത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആ വ്യക്തി തിരിച്ചെത്തിയിരുന്നെങ്കിലെന്ന്. കാരണം നിങ്ങൾ ആ വ്യക്തിയുടെ തിരിച്ചുവരവ് ആഗ്രഹിച്ചതാണ്. ആ തിരിച്ചുവരവ് നിങ്ങൾക്ക് ഒരുപാട് താല്പര്യമുള്ളതായിരുന്നു. പക്ഷേ ഓരോ ഘട്ടത്തിലും ഓരോന്ന് സംഭവിക്കുകയും ആ വ്യക്തിയുടെ തിരിച്ചുവരവ് കൃത്യമായി ഉണ്ടാകാതിരുന്നതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടാകുകയൊക്കെ ചെയ്തു. പക്ഷേ വീണ്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തുകയാണ്. അവിടെ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ആ വ്യക്തിക്ക് അതിൻ്റെ യഥാർത്ഥ സംഭവം തോന്നിയിരിക്കുന്നു. കാരണം തേർഡ് പാർട്ടി നിലകൊണ്ടത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാനാണെന്നും അതിലൊരു ദുരുദ്ദേശമാണ് ഉണ്ടായിരുന്നതെന്നും ഒക്കെ ആ വ്യക്തിക്ക് ബോധ്യപ്പെടുകയാണ്. താൻ ചെയ്തത് തെറ്റാണെന്നുള്ളൊരു ബോധ്യവും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലേക്ക് വരികയാണ് ആദ്യമായിട്ട്. കാരണം അതിൽ തേർഡ് പാർട്ടിയുടെ ഒറിജിനൽ സ്വഭാവം, ഒരുപക്ഷെ തേർഡ് പാർട്ടി യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായിട്ട് അറിയുന്ന തലത്തിലേക്ക് നിങ്ങളുടെ വ്യക്തി എത്തുന്നു. അത് നിങ്ങളെ സംബന്ധിച്ച് പല പ്രാവശ്യവും നിങ്ങളത് പറയാൻ ശ്രമിച്ചതും പല പ്രാവശ്യവും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതൊക്കെയാണ്. പക്ഷേ അന്ന് ആ വ്യക്തിക്കത് ബോധ്യമായില്ല. പക്ഷെ ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നു. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള യഥാർത്ഥത്തിലുള്ള നന്മ നിറഞ്ഞ ആ ബന്ധത്തിൻ്റെ മൂല്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നു. അത് വലിയൊരു അംഗീകാരം തന്നെയാണ്. ആ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾക്ക് ഒരുമിച്ച് ഇനിയും ആ പ്രണയം, ആ ഇഷ്ടം തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. തേർഡ് പാർട്ടി ഇവിടെ നിന്ന് ചിത്രത്തിൽ നിന്നും മായുന്ന അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ വണ്ട് പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ തേർഡ് പാർട്ടി ഭയപ്പെടുത്തുകയായിരുന്നു ആ വ്യക്തി. ആ തേർഡ് പാർട്ടിയുടെ ഭയപ്പെടുത്തൽ നിങ്ങളുടെ വ്യക്തിയെ വല്ലാതെ ഉലച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഒരിക്കൽ പോലും നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടില്ലായിരുന്നു. നിങ്ങളുടെ വ്യക്തിക്ക് എന്നും എപ്പോഴും നിങ്ങളെ തന്നെയായിരുന്നു ഇഷ്ടം, നിങ്ങളെ തന്നെയായിരുന്നു താല്പര്യം. പക്ഷേ തേർഡ് പാർട്ടി ശ്രമിച്ച ചില ശ്രമങ്ങൾ, തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില ഭയപ്പെടുത്തലുകൾ, ചില ഒറ്റപ്പെടുത്തലുകൾ നിങ്ങളുടെ വ്യക്തിയെ ഭയപ്പെടുത്തുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ. തേർഡ് പാർട്ടിയുടെ ആ ഭയപ്പെടുത്തൽ കുറേ കാലം നിങ്ങളുടെ വ്യക്തിയെ ഭയപ്പെടുത്തി, അല്ലെങ്കിൽ ആ ഒരു വലയത്തിൽ നിങ്ങളുടെ വ്യക്തി പെട്ടു. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് സ്വതന്ത്രമായൊരു തീരുമാനം എടുക്കാനുള്ള ധൈര്യം വന്നിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തി പലപ്പോഴും നിങ്ങളോട് പോലും തുറന്നു പറഞ്ഞില്ല എന്താണ് ഭയപ്പെടുന്നത്, എന്ത് കാര്യമാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്, എങ്ങനെയാണ് അവർ നിങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കിയത്, ഭയപ്പെടുത്തിയത്. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒന്നും നിങ്ങളുടെ വ്യക്തിക്ക് പറയാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണ് നിങ്ങളുടെ വ്യക്തിക്ക് അവസരം ലഭിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്കും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർക്കും സഹായിക്കാൻ കഴിയുന്നത്. അതുവരെ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു നിങ്ങളുടെ വ്യക്തി, വല്ലാത്തൊരു പ്രശ്നത്തിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ പ്രശ്നത്തിൽ നിന്നും മാറി നിങ്ങളുടെ വ്യക്തിയെ സഹായിക്കാനും നിങ്ങളുടെ വ്യക്തി കൃത്യമായത് തിരിച്ചു കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കുന്നു. ഈ സമയത്ത് തേർഡ് പാർട്ടി ഓടുകയാണ്. കാരണം തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ ഭയപ്പെടുത്തി ആരോടും ഒന്നും പറയാതെ നിങ്ങളുടെ വ്യക്തി ഇരുന്നപ്പോൾ അതിൻ്റെ
ഗുണം ഫലങ്ങൾ അതിൻ്റെ ആ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിലുള്ള കാര്യങ്ങൾ തേർഡ് പാർട്ടി ഉപയോഗിക്കുകയായിരുന്നു ബുദ്ധിപരമായിട്ട്. നിങ്ങളുടെ വ്യക്തി മനസ്സ് തുറന്നില്ല, നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തും ചില വീഴ്ചകളുണ്ട്. കൃത്യമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കുകയായിരുന്നെങ്കിൽ, മനസ്സ് തുറന്ന് പറയുകയായിരുന്നെങ്കിൽ അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അത് ബോധ്യപ്പെടുത്തിയെടുക്കാൻ കഴിയാതെ വന്നത് നിങ്ങളുടെ വ്യക്തിയുടെ തുറന്നു പറച്ചിലില്ലാത്തതുകൊണ്ടാണ്. തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നേരത്തെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുകയും പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഒരു വലിയൊരു കാലയളവ് നിവൃത്തിയില്ലാതെ വളരെ പെട്ടെന്ന് നിങ്ങളുടെ വ്യക്തി പറയുകയായിരുന്നു. തേർഡ് പാർട്ടി സത്യത്തിൽ ഭയപ്പെടുത്തി നേടാനായിരുന്നു തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം. മറ്റാരുമായിട്ട് നിങ്ങളുടെ വ്യക്തി സംസാരിക്കുന്ന ഗ്യാപ്പില്ലാതെ അല്ലെങ്കിൽ സമയമില്ലാതെ അതിനിടയിൽ നിങ്ങളുടെ വ്യക്തിയെ ദുസ്വാധീനത്തിൽ അടിമപ്പെടുത്തുക, തേർഡ് പാർട്ടിയുടെ ലക്ഷ്യങ്ങൾ നേടുക എന്നായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് അതിപ്പോൾ മാറിയിരിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തുറന്ന് സംസാരിച്ചപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. തേർഡ് പാർട്ടി ഓടി മറിയുകയാണ്, രക്ഷയില്ലെന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.